ജപ്പാനിൽ തനാക്ക എന്ന പേരുള്ള ഒരു വിചിത്ര കലാകാരൻ ഉണ്ടായിരുന്നു. തനാക്കയ്ക്ക് അവന്റെ തലയിൽ നിന്നുള്ള താരനെ തെറിപ്പിച്ചുകൊണ്ട് അടിപൊളി ചിത്രങ്ങൾ വരയ്ക്കാൻ അറിയാം. എന്തൊക്കെയായാലും വീട്ടുവാടകയ്ക്ക് പൈസ തന്നെ വേണം. അത് തനാക്കയുടെ കയ്യിലില്ലേനും. വീടിന്റെ ഓണർ അവനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ വേണ്ടി വന്നു. അയാളെ കണ്ടതും തനാക്ക അലമാരയുടെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നു. അയാളുടെ കൂടെ പുതിയ വാടകയ്ക്ക് താമസിക്കാൻ വന്ന ആളും ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് ഷിരാക്കുറോ. അയാൾ വാതിലിൽ താരം കണ്ട് ഓണറോട് പരാതി പറഞ്ഞു. അന്നേരം ആ വീട് ഫുൾ അരിച്ചു പെറുക്കിയപ്പോൾ അലമാരയുടെ ഉള്ളിൽ ഒളിച്ചിരുന്ന തനാക്കയെ കണ്ടു. ഹേ, ഇറങ്ങിപ്പോടാ നാറി, നിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു എന്ന് പറഞ്ഞ് ഓണർ അടിച്ചു പുറത്താക്കി. അന്നേരം ഷിരാക്കുറോ തനാക്കയോട് ആ വീട്ടിൽ തന്നെ വന്ന് താമസിക്കാൻ പറഞ്ഞു. ആ അലമാരയുടെ ഉള്ളിൽ തന്നെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അലമാരയ്ക്കുള്ളിൽ തന്നെ തീറ്റയും കൂടിയും എല്ലാം. തനാക്കയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. വേറൊരു പണിക്കും പോകണ്ടല്ലോ, അവിടെ ഇരുന്നാൽ മതിയല്ലോ. അവൻ സന്തോഷത്തോടെ അലമാരയ്ക്കുള്ളിൽ ഇരുന്ന് അവന്റെ ചിത്രം വരെ തുടർന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഷിരാക്കുറോ തനാക്കയ്ക്ക് വേണ്ടി സ്പെഷ്യൽ റൂം ഉണ്ടാക്കി. അവൻ അവിടെ തന്നെ താമസിക്കേണ്ടി വന്നു. ഒരു പ്രാവശ്യം അവന് പുറത്തേക്ക് പോകാനായി നോക്കി. പക്ഷെ ഷിരാക്കുറോ വന്ന് അവനെ ആ സ്പെഷ്യൽ റൂമിൽ തന്നെ കിടത്തി. അവൻ അവിടെ ഇരുന്ന് പുറം ലോകം കാണാതെ കുറെ ചിത്രങ്ങളൊക്കെ വരച്ച് പുറത്തേക്ക് അയച്ചു. ആ ചിത്രങ്ങളെല്ലാം ഹിറ്റായി. കുറെ ഫാൻസിന്റെ കത്തുകളും വന്നു. പെണ്ണുങ്ങളുടെ കത്തുകളൊക്കെ വായിച്ച് പുളകം കൊണ്ടു. നേരിട്ട് ഇവനെ കണ്ട എല്ലാ പെണ്ണുങ്ങളും കൂടെ പോരും എന്ന് വിചാരിച്ച് പുറത്തിറങ്ങാനായി നോക്കി. പക്ഷെ ഷിരാക്കുറോയും ഓണറും കൂടെ അവനെ ജയിൽ പോലുള്ള ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടു. അങ്ങനെ ചുമര് പൊളിച്ച് പുറത്തെത്തി. പക്ഷെ കുറെ ദിവസം ഇരുട്ടത്തിരുന്നതുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് വന്നപ്പോൾ ശരീരത്തിന് വെളിച്ചം പറ്റിയില്ല. അവിടെയുള്ള ഒരു മേശയുടെ അടിയിൽ ഒളിച്ചിരുന്നു, വെളിച്ചം തട്ടാതെ. അങ്ങനെ അവൻ ജീവിതകാലം മുഴുവൻ ആ ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നു.